വിഷ്ണുശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. പ്രൊമോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് രോഹിത്തിനെ കണ്ട് ആകെ പേടിക്കുന്ന സുസ്മിത ആരോട് പറയും എന്നുള്ള ഒരു ചിന്തയിൽ അവസാനം ബാലചന്ദ്രൻ്റെ മുഖമാണ് സുസ്മിതയുടെ മനസ്സിൽ തെളിയുന്നത്. തുടർന്ന് ബാലചന്ദ്രനോട് സുസ്മിത രോഹിത്തിനെ പറ്റി പറയുന്നുണ്ട്. അന്നേരം കുറച്ച് ദിവസമായിട്ട് അവൻ എൻ്റെ പിന്നാലെ ഉണ്ട് എന്നൊക്കെ ബാലചന്ദ്രനോട് സുസ്മിത പറയുകയാണ്. അന്നേരം അവനെ ഡീല് ചെയ്തിട്ടേ നമ്മൾ തമ്മിൽ ഇനി സംസാരമുള്ളൂ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ബാലചന്ദ്രൻ സുസ്മിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. തുടർന്ന് രോഹിത്തിനെ ബാലചന്ദ്രൻ ഒതുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സുസ്മിത. തുടർന്ന് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് രോഹിത്തിൻ്റെ ഫോട്ടോയൊക്കെ സുസ്മിത അയച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഒരു കവലയിൽ വെച്ച് ബാലചന്ദ്രൻ രോഹിത്തിനെ കാണുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ രോഹിത്തിനെ അറിയില്ല. പതിവ് പോലെ സുസ്മിതയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടിയെ അറിയുമോ എന്ന് രോഹിത്ത് തിരക്കുകയാണ്. അന്നേരം ആ ഫോട്ടോ വാങ്ങി നോക്കിയിട്ട് ആ സുസ്മിതയുടെ ഫോട്ടോ രണ്ടായിട്ട് വലിച്ചു കീറി റോഡിലേക്ക് കളഞ്ഞ ശേഷം ഇവനെ അങ്ങ് തൂക്കിയിടാന്ന് ബാലചന്ദ്രൻ തൻ്റെ ആൾക്കാരോട് പറയുകയാണ്. അതനുസരിച്ച് രണ്ടുപേര് ചേർന്ന് രോഹിത്തിനെ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ബാലചന്ദ്രൻ്റെ പുറകിൽ വന്ന് ആരോ പിടിക്കുന്നുണ്ട്. പക്ഷേ അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇനി വിഷ്ണു ആണോ എന്നും അറിയില്ല. പക്ഷേ പുറകിൽ നിൽക്കുന്ന ആളിനെ കണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അടുത്ത കാണിക്കുന്ന സീനിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് രോഹിത് എത്തുന്നുണ്ട്. അന്നേരം മുറ്റത്ത് നിന്ന് എല്ലായിടത്തും വട്ടം ചുറ്റിയൊക്കെ നോക്കുന്ന രോഹിത്തിനെ കണ്ടിട്ട് ആരടാ നീ എന്ന് പുറകിൽ നിന്ന് വന്ന് ചോദിക്കുകയാണ് വിഷ്ണു. കൂടെ ശാലിനിയുമുണ്ട്. അന്നേരം ഞാനൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രോഹിത് പറയുകയാണ്. അന്നേരം ആ പെൺകുട്ടിയുടെ ഫോട്ടോ തൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് കാണിക്കുമെന്ന് വിഷ്ണു പറയുകയാണ്. എന്നാൽ രോഹിത് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നതും വിഷ്ണുവിനോടും ശാലിനിയോടും ഒക്കെ സംസാരിക്കുന്നതൊക്കെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് സുസ്മിത കാണുകയാണ്. ആകെ അങ്ങ് പേടിച്ച് വല്ലാതാവുകയാണ് സുസ്മിത. പക്ഷേ വിഷ്ണുവിന് തുടർന്ന് രോഹിത് ഫോട്ടോ കാണിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം വിഷ്ണുവിൻ്റെ മുഖത്ത് ആകെ ഒരു സന്തോഷമാണ്. വിഷ്ണുവിന് ശാലിനിക്കും സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് സുസ്മിത അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. വിഷ്ണു തന്നെ അന്വേഷിച്ച് വരുന്നത് കണ്ടിട്ട് റൂമിൽ ഒരു സ്ഥലത്ത് പോയി സുസ്മിത ഒളിച്ചു നിൽക്കുന്നുണ്ട്, വിഷ്ണു കാണാതെ. ഈ പ്രൊമോയുടെ ഇടയ്ക്കൊക്കെ എന്തോ കുടുംബശ്രീ ഹോട്ടലിൽ വെച്ച് ഗോപാലകൃഷ്ണൻ എന്തോ ശാരദാമ്മയോട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ക്ലിയർ ആകുന്നില്ല. ഈ മഹാ എപ്പിസോഡ് പ്രൊമോയിൽ ബാലചന്ദ്രനെ രോഹിത് സുസ്മിതയുടെ ഫോട്ടോ കാണിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അത് കീറിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വിഷ്ണു ഫോട്ടോ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് കാണിക്കുന്നതായിട്ട് ഫോട്ടോ രോഹിത് വിഷ്ണുവിനെ ശാലിനിയെ കാണിക്കുന്നതായിട്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം വിഷ്ണുവിന് ശാലിനിയുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. ഇനി രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സുസ്മിതയാണോ എന്ന് ശാലിനിക്ക് നല്ല സംശയമുണ്ട്. തുടർന്ന് വിഷ്ണു റൂമിലേക്ക് വരുമ്പോൾ രോഹിത് വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. തൻ്റെ കള്ളക്കളി പുറത്താകും എന്നുള്ള ഒരു ഇതിലായിരിക്കും സുസ്മിത പക്ഷേ ഒളിഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ശാലിനിക്ക് പിടികിട്ടിക്കഴിഞ്ഞു. ഇനി സുസ്മിതയുടെ വിവാഹം നടത്താനുള്ള ശ്രമത്തിലായിരിക്കും എല്ലാവരും. ഇനി സുസ്മിതയ്ക്ക് പിടികൊടുക്കാതിരിക്കാനും കഴിയില്ല. ഇനി എന്താണെന്ന് ബാക്കിയുള്ള ക്ലിയർ ആയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് മഹാ എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്